ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മുട്ടയും ബീട്രൂട്ടും കൊള്ളൊരു കോമ്പിനേഷൻ. ഇപ്പം എല്ലാവരും കുറേ നാളായിട്ട് ഞാനിങ്ങനെ റീൽസിലും അതുപോലെ തന്നെ ഷോർട്സിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ബീട്രൂട്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ പിന്നെ വറ്റൽമുളക്, ഒരു പച്ചമുളക്, പിന്നെ നമുക്ക് വേറെ ഒരു കുഞ്ഞ് സവോളയും, പിന്നെ താളിക്കാനായിട്ട് നമ്മുടെ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഉഴുന്ന് പരിപ്പ്, കടുക്, കുറച്ച് ജീരകം, അതുപോലെ തന്നെ കടലപ്പരിപ്പ്. അപ്പം ഇത്രയും കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഒരു മുട്ട മതി. അപ്പം ഇത്രയാണ്. അപ്പം ഞാനിത് പാനിത് ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ഞാനൊരു 2 സ്പൂൺ, ഒരു 3 സ്പൂൺ ഇരിക്കട്ടെ, 3 സ്പൂണ് എണ്ണ ഒഴിക്കുകയാണ്. ഇതൊന്ന് ചൂടാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇതിനകത്തിട്ടിട്ടാണ് താളിക്കാനായിട്ടുള്ളത്. ഇതിങ്ങനെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാനതിലേക്കൊരു മുളകും ലേശം ഒരു 2 കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ആ പൊട്ടുന്ന സൗണ്ട് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഫീൽ ഉണ്ടല്ലോ ചെയ്യുമ്പോൾ. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. പിന്നെ മുളകും, ഒരു സവോളയും. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഒന്ന് മൂത്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഇടാം. ആക്ച്വലി എനിക്ക് ബീട്രൂട്ട് മുന്നേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പക്ഷെ ഇപ്പോൾ റീസെൻ്റായിട്ട് എന്നോട് വലിയ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ്, ആ ഒരു പച്ച ചൊവയോട് ഭയങ്കര ഒരു വല്ലാത്തൊരിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് നമുക്കിതിലേക്ക് ഇനി അടുത്തത് ഇങ്ങനെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ബീട്രൂട്ട് ഇടാം. ഈ ബീട്രൂട്ട് നല്ലപോലെ വേകണം. നമുക്ക് അതിനായിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ബ്യൂട്ടിഫുൾ കളറൊക്കെ ഉണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ബീട്രൂട്ട് ഒന്ന്. ഇത് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്യാനല്ല ചെയ്തത്, കട്ട് ചെയ്തിടാണ് ചെയ്തത്. ബിക്കോസ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ട പോലെ ആകത്തില്ല, മുട്ടയും കൂടി ഇടുമ്പോൾ. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ലേശം കായപ്പൊടി ഇടാം. ഇതിനുള്ളിൽ കായപ്പൊടി കൂടി ഇട്ടു. നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇത് വെന്തോ ഇല്ലേ എന്നുള്ളത്. ബീട്രൂട്ട് വെന്ത് കാണണം. കാരണം നല്ല ഗ്ലേസിങ് ആയിട്ട് ഇരിപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇനി ബീട്രൂട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പിടാണ്. അതേ നമുക്ക് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിടണം. ഇനി നമുക്കിതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ നമുക്ക് നടുക്കൊരു സ്പേസ് ഉണ്ടാക്കി വെക്കണം. നമുക്ക് ഇതിന് നടുക്കാണ് നമ്മൾ മുട്ട ഇടാൻ, മുട്ട പൊട്ടിച്ച് നമുക്ക് ഇടാനുള്ളത്.
അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ എണ്ണ ഒഴിക്കും, അതിന് ശേഷമാണ് നമ്മൾ മുട്ട ഇടുന്നത്. ഓൾറെഡി കുറച്ച് എണ്ണ ഉണ്ട്, അപ്പോൾ നമ്മൾ അത്രയും എണ്ണ വേണമെന്നില്ല. നമ്മൾ ഇതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചിടാം. ഒരു മുട്ടയെ ഞാൻ ഉപയോഗിക്കുന്നത്, ബിക്കോസ് ഞാൻ ഒരു ബീറ്റ്റൂട്ടേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ. നമുക്ക് നല്ല ഭംഗിയുണ്ട്, നല്ല റെഡും നല്ല വൈറ്റും യെല്ലോയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു രസമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോണത് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളുപ്പും ലേശം മഞ്ഞളും. എരിവ് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പം നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്, കൂടി പോവരുത്. മല്ലിയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കുക. മുട്ടയൊന്ന് ഈ ഒരു സെന്ററിൽ തന്നെ അതിന് മുട്ടയൊന്ന് വേകണം. എന്നിട്ട് മാത്രമേ നമ്മൾ ബീട്രൂട്ടായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കുറച്ച് വേഗം ബുദ്ധിമുട്ടായിരിക്കും. കാണാൻ പറ്റും, നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. കുക്കിംഗ് ഒരു കലയാണ്, നമ്മുടെ ഈ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസും ഇതിൻ്റെയൊക്കെ ആ ഡാർക്ക് കളർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. ഒന്ന് വേണ്ടിട്ട് മുട്ട, എന്നിട്ട് നമുക്കിത് ചിക്കി യോജിപ്പിക്കാം. നമ്മുടെ മുട്ട ഒന്ന് വെന്തിച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇത് എല്ലാം കൂടി ഇതായിട്ട് വരാം. ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും താഴെയൊക്കെ ഇട്ടേക്കാം. ബിക്കോസ് എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നോക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. നമ്മുടെ ടേസ്റ്റി ബീട്രൂട്ട് മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്.